الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم شفيعنا رسول الله يا سيدي يا رسول الله يا عملي يا من ألوذ به إن زلت القدم أشكو إليك ذنوبا أنت تعلمها إن لم تكن مدركي حفت بي النقم يعلم أمة سيدنا مولانا محمد ആദരണീയരായ സയ്യിദ് TSK തങ്ങൾ അവറുകൾ, ബഹുമാനമുള്ള SYSന്റെ കൊളത്തൂർ മേഖല രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട AC ഇബ്രാഹിം മുസ്ലിയാർ ഉസ്താദ് അവറുകൾ, മറ്റു ഉലമാക്കളെ, നേതാക്കളെ, കർമ്മധീരരായ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ ഇസ്ലാമിൻ്റെ മഹിതമായ ആശയങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ
ഒരു സംശയ നിവാരണ മുഖാമുഖ പരിപാടി നടത്തപ്പെടുകയാണ്. അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇതിനെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, കടപ്പാടുള്ളവർ, വേണ്ടപ്പെട്ടവർ, നാമുമായി ബന്ധപ്പെട്ടവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അള്ളാഹു അകറ്റിത്തരുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഇത് മുഖാമുഖത്തിന്റെ വേദിയാണ്. മുഖാമുഖമെന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യവും ഉത്തരവുമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള ഏത് ആളുകൾക്കും, ഏത് വിഭാഗം ആളുകൾക്കും, മുജാഹിദുകളാവാം, മുജാഹിദിന്റെ വലിയ വലിയ മൗലവിമാരാവാം, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാരാവാം, അവരുടെ പ്രവർത്തകന്മാരാവാം, സാധാരണക്കാരാവാം, എല്ലാവർക്കും ചോദിക്കാം. മാത്രമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രസംഗങ്ങൾ കേട്ട ആശയക്കുഴപ്പത്തിൽപ്പെട്ട, അവരുടെ കളവുകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്കും സംശയം തീർക്കാം. സഹോദരങ്ങളെ, എല്ലാ വിഭാഗം ആളുകൾക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള എല്ലാവർക്കും ചോദിക്കാനുള്ള തുറന്ന അവസരമാണ് മുഖാമുഖം. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാത്രം ഒരു സവിശേഷതയുമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മാത്രമുള്ള സവിശേഷതയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അഹ്ലുസുന്നക്ക് വിരുദ്ധ ചേരിയിലുള്ള നമ്മുടെ നാട്ടിലെ മുജാഹിദുകളോ ജമാഅത്തെ ഇസ്ലാമിയോ ആരായാലും ഇതുപോലെ ഒരു തുറന്ന വേദി സംഘടിപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ ആശയം ഇന്നതാണ്, ഇതിനെതിരിൽ സംശയിക്കുന്നവർക്ക്, ചോദ്യമുന്നയിക്കാനുള്ളവർക്ക്, ഞങ്ങളുടെ ആശയം ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നവർക്ക് കടന്നു വരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം എന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു തുറന്ന സമീപനം കേരളത്തിലെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ഉൾപ്പെടെയുള്ള ഒരൊറ്റ വിഭാഗങ്ങൾക്കും സുതാര്യമായ രൂപത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കേരളക്കരയിൽ ആദരണീയ സയ്യിദുമാരുടെയും ഉലമാക്കളുടെയും ഞങ്ങളുടെ ഗുരുവര്യന്മാർ, ഉസ്താദുമാരുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹങ്ങളോടെയും നൂറുകണക്കായ മുഖാമുഖങ്ങൾ കേരളത്തിലും പുറത്തുമായി നടത്തുകയുണ്ടായി. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ട് ഞങ്ങൾ ഇത് നടത്തുന്നു, അല്ലെങ്കിൽ ഇത്രയും തുറന്ന ഒരു വേദി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണം അഹ്ലുസുന്ന പ്രസ്ഥാനം, സുന്നി എന്ന് പറയുന്ന ഈ ആശയം, അത് 100% സത്യമാണ്. അത് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും മുസ്ലിം പാരമ്പര്യവും മുന്നിൽ വെച്ചുകൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾക്ക് 100 വട്ടം കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതുകൊണ്ടാണ് കേരളക്കരയിൽ നൂറുകണക്കിന് മുഖാമുഖങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ഓർക്കണം. അതേ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വസ്തുതകളുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന മൗലവിമാർക്കറിയാം അവരുടെ ആശയങ്ങൾ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ, ഇതുപോലെ 4 സുന്നികളുടെ ചുണക്കുട്ടികൾ വന്ന് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവര് ഇതിനൊന്നും മെനക്കെടുകയില്ല, തയ്യാറാവൂല. ആരെങ്കിലും നടത്തിയാലോ പിന്നെ പിറ്റേന്ന് വരും മുഖാമുഖം ഒരു പോസ്റ്റ്മോർട്ടം, മുഖാമുഖം ഒരു പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൈക്ക് കെട്ടി ഒരു മൗലവി താടി നീട്ടിയ ഒരു മൗലവിയെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിലേക്ക് നോക്കി കാളമൂത്ര പ്രസംഗം ഇങ്ങനെ നടത്തിപ്പോകും. അതിനെല്ലാവർക്കും കഴിയും. റേഡിയോ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുക എന്നല്ലാതെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ സ്വഭാവം. ഈ പരിപാടിയാണ്
നമ്മുടെ രാജ്യത്തെ മുജാഹിദും ജമാഅത്തും വെച്ച് പുലർത്തുന്നത്. ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ഞങ്ങളുടെ ഈ ആശയം 100% ശരിയാണ്, സത്യമാണ്. അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മറ്റു പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കത് കഴിയും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് യാതൊരു സംശയവുമില്ല. അതേ അവസരത്തിൽ മുജാഹിദുകൾ അതിന് തയ്യാറാവൂല. കാരണം അവരുടെ ആശയം ഒരു ചോദ്യം, 1.5 ചോദ്യം, 2 ചോദ്യം, 3 ചോദ്യം തുടരെ അങ്ങ് ചെന്നാൽ കാറ്റൊഴിഞ്ഞ ബലൂണ് പോലെ മുജാഹിദ് പ്രസ്ഥാനമാകുമെന്ന് അവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ സുതാര്യമായ ഈ നിലപാട്, ഇതാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതും ആവശ്യമുള്ളതും. മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സുന്നി പ്രസ്ഥാനം തെറ്റാണ്, കുഴപ്പമാണെന്ന് മുജാഹിദ് പറയുന്നു. എന്നാൽ അവർക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന നട്ടലുള്ള മുജാഹിദുകളുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാ ഭാഗത്തും പോയി ഞങ്ങളിത് പറഞ്ഞതാണ്, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പടപ്പറമ്പിൽ പഴയ കാലത്ത് പട കഴിഞ്ഞ പറമ്പാണ് നമ്മുടെ നാട്, നമുക്കറിയാം. അതുകൊണ്ട് പുതിയൊരു പടക്കുകൂടി ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്. ആദർശപരമായ പട, മറ്റുള്ള രൂപത്തിലല്ല. തെളിയിക്കാൻ കഴിയുന്ന മുജാഹിദുകളുണ്ടോ? ഇവിടെയും കടന്നു വരാം. ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയല്ല, സ്വാഗതം ചെയ്യുകയാണ്. വളരെ ശാന്തമായി സമാധാനപരമായി ഇസ്ലാമിക ആശയങ്ങൾ അതിന്റെ തന്മയത്വത്തോടെ സ്ഥാപിക്കാനും പറയാനും അവതരിപ്പിക്കാനും നമുക്ക് കഴിയും എന്ന സത്യം ഞങ്ങൾ ഇവിടെ ഒരു തവണ കൂടി ആവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പ്രസംഗം ഇനി ഇവിടെ അധികമാകുമെന്ന് എനിക്കറിയാം. ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. എല്ലാവരും പറയുന്നത് ഖുർആനാണ്, സുന്നത്താണ്. ഇതിലേതാണ് ശരിയായ ആശയം, ശരിയായ ഇസ്ലാം എന്നറിയാതെ നമ്മുടെ സാധാരണക്കാര് പലപ്പോഴും വട്ടം കറങ്ങുകയാണെന്ന് അവർ പറയാറുണ്ട്. ഇവരോടുന്നതും ഖുർആനാണ്, അവർ പറയുന്നതും ഹദീസാണ്, ഇപ്പുറത്തുനിന്ന് ധരിക്കുന്നതും പ്രമാണമാണ്. ഏതാണ് ഇതിൽ ശരി എന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുന്നു എന്ന് പലപ്പോഴും അവർ ചോദിക്കാറുണ്ട്, ഉന്നയിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീസുകൾ നമുക്കറിയില്ലേ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആളുകളും ഉദ്ധരിക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇത് ഉദ്ധരിക്കുന്നത് എന്തിനാണ്? കേരളക്കരയിലുള്ള മുജാഹിദുകളല്ലാത്ത മറ്റു മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാകുന്നു, കാഫിറുകളാകുന്നു എന്ന് സ്ഥാപിക്കാനാണ് കേരളത്തിലെ മുജാഹിദുകൾ ഈ വിശുദ്ധ ഖുർആനിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി പഴയ കാലത്ത് അവർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞിരുന്ന ഓതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തിനാണ് അവർ ഓതിയിരുന്നത് നിങ്ങൾക്കറിയോ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് സെക്യുലർ രാഷ്ട്രമാണ്, മതേതര രാജ്യമാണ്. മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇവിടെയുള്ള സർക്കാരുകൾക്ക് ഇടത് വലത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഏതാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യുന്നത് ശിർക്കാണ്, കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ആ സർക്കാർ ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പന്മാരായിരുന്ന നമ്മുടെ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം, അവരിവിടെ ഖുർആൻ ആണ് അവരും പറയുന്നത്, അവരോടുന്നത് ഖുർആനാണ്. എന്നിട്ട് സ്ഥാപിക്കുന്നത് എന്താ? വോട്ട് ചെയ്യുന്നവർ കാഫിറാകുന്നു, മുശ്രിക്കാകുന്നു എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയകാല ഖുതുബാത്ത്, മൗദൂദിയുടെ ഖുതുബാത്ത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, പഴയ കാലത്ത് അവരും അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുള്ള ആശയം അത് തന്നെയാണ്. ഞാൻ പറയുന്നത് അവരും ഖുർആനാണ് ഓതുന്നത്, തബ്ലീഗ് ജമാഅത്തുകാർ ഖുർആനാണ് ഓതുന്നത്. എല്ലാ വിഭാഗം ആളുകളും നമുക്കറിയില്ലേ, ചേകന്നൂര് നിസ്കാരം 3 വഖത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ ഓതുന്നതും ഖുർആനാ. ഖുർആൻ ഓതിക്കൊണ്ട് അയാൾ സ്ഥാപിക്കുന്നത് എന്താണ്? നിസ്കാരം 3 വഖത്തേ ഉള്ളൂ. ഖുർആൻ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ 3 വഖത്താണ് എന്നാണ് അയാൾക്കും പറയാനുള്ളത്. മഞ്ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസുൽ ബിഷാറ സുവിശേഷ കേന്ദ്രമുണ്ട്, മിസ്റ്റർ ഫാദർ അലവിയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നേതൃത്വം നൽകുന്നത്. അയാൾ പറയുന്ന സീഡികൾ, പ്രഭാഷണ സീഡികൾ, ലഘുലേഖകൾ കണ്ടാൽ അതിൽ ഒരുപാട് ആയത്തുകൾ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്താ മൂപ്പര് പറയുന്നത് എന്നറിയോ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ശരിയായ മതം ക്രിസ്തു മതമാണ്, ഇസ്ലാം മതമല്ല എന്നാണ്. നിങ്ങൾ ഓർക്കണം, എല്ലാവരും ഓതുന്നത് ഖുർആനും സുന്നത്തുമാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയില്ലേ, ഖാദിയാനികൾ എന്ന് പറയുന്ന വിഭാഗം
വിഭാഗമുണ്ട്, അഹമ്മദിയാക്കൾ എന്ന ഓമന പേരിൽ അവർ അറിയപ്പെടുന്നു. ആ വിഭാഗം ആളുകൾ പറയുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് അവിഭക്ത ഇന്ത്യയിൽ പഞ്ചാബിൽ ജനിച്ച മീർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മൂത്രവാർച്ചക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തലക്ക് വേണ്ടത്ര സുഖമുണ്ടായിരുന്നില്ല. അയാൾ നബിയാണ് എന്നാണ് അനുയായികൾ വാദിക്കുന്നത്. തെളിവെന്താണ്? അവർക്കും ഓതാനുള്ളത് ഖുർആനാണ്. എല്ലാവരും ഓതുന്നത് ഖുർആനാണ്. സാധാരണക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അവർ ചോദിക്കും, എല്ലാവരും ഖുർആൻ ഓതുന്നു, ഏതാണിതിൽ ഇസ്ലാം? ഏതാണിതിൽ ശരിയായ മതം? സ്വാഭാവികമാണ്, ചോദ്യമാണ്. സഹോദരന്മാരെ, ഇതിന്റെ മറുപടി അള്ളാഹുവിന്റെ ഖുർആൻ ഒരായത്തിലല്ല പല ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചതു കാണാൻ കഴിയും. ഒറ്റൊന്ന് മാത്രം ഞാൻ പറയുന്നു. ഇതിലൊക്കെ ശരിയായ ദീൻ എന്ന് പറഞ്ഞാൽ, ശരിയായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ? സൂറത്തുൽ ഫാത്തിഹയിലൂടെ പഠിപ്പിക്കുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, ശരിയായ ഇസ്ലാം, അതിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിലൂടെ വിശദീകരിച്ചു തരുന്നു. ഏതാണ് ആ നേരായ മാർഗം? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നേരായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാകുന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാണ്. ആരാണ് ഈ അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ മഹാത്മാക്കൾ, അമ്പിയാക്കൾ, സുദ്ദീഖീങ്ങൾ, സഹാബത്ത് ഉൾപ്പെടെയുള്ളവർ, അതുപോലെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാത്മാക്കൾ, അവരാണ് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ളവർ. അവരുടെ മാർഗം ഏതോ അതാണ് ശരിയായ മാർഗം. അവർ പഠിപ്പിച്ച വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് ശരിയായ ദീൻ, നേരായ മാർഗം, സ്വർഗത്തിലേക്ക് പോകുന്ന മാർഗമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മാർഗത്തിന്റെ പേരാണ് സുന്നത്ത് ജമാഅത്ത്. അതിന്റെ വാഹകർക്ക് പറയുന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. നമ്മൾ ഒറ്റ വാക്കിൽ പറയും സുന്നി എന്ന് പറയും. അതാണ് പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാം. ആ മഹിതമായ പാരമ്പര്യം, ആ മഹത്തായ പൈതൃകം, അവർ പഠിപ്പിച്ച വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് ഇസ്ലാം. അത് മാത്രമേ ഇസ്ലാമുള്ളൂ. അത് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോവാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഈ വസ്തുതയാണ് ഞങ്ങളുടെ മുഖാമുഖങ്ങളിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളക്കരയിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ 500 ആദർശ സമ്മേളനങ്ങൾ കേരളക്കരയിൽ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങൾ നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് അവിടെയും പറയാനുള്ള ആദർശം ഇതാണ്: നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കണം. അത് മാത്രമേ സത്യമുള്ളൂ, അത് മാത്രമേ ദീനുള്ളൂ, അത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. അതിൽ നിന്ന് വ്യതിചലിച്ചാലോ അവൻ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ചില ആളുകൾ ചോദിക്കും, അഹ്ലു സുന്നയിൽ പെടാത്ത ആളുകൾ എന്തൊരു വലിയ നിസ്കാരമാണ് അവർ. നിങ്ങൾ കണ്ടിട്ടില്ല, അവരുടെ താടിയുടെ നീളം ഇത്രയാണ്, അവരുടെ നിസ്കാരത്താഴ്മ 2 എണ്ണമാണ്. പലരും പറയാറുണ്ട്, അവർ ഹജ്ജിന് ആളെ കൊണ്ടുപോകുന്നു, അവർ സകാത്ത് കൊടുക്കുന്നു. നമ്മൾ അതിൽ വഞ്ചിതരാകണ്ട. അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ പഠിപ്പിച്ചതെന്താ? ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ, പുത്തൻ പ്രസ്ഥാനക്കാരൻ, മുബ്തദിഇ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളവർ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. സ്വലാത്തൻ വലാ സിയാമൻ വലാ സകാത്തൻ വലാ ദുസുകൻ വലാ സർഫൻ വലാ അദ്ലാ. വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാൻ കഴിയുന്നു. അവർ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, മറ്റ് സുന്നത്തോ ഫർളോ ആയിട്ടുള്ള ഓരോറ്റ പുണ്യകർമ്മങ്ങളും ഇല്ല, അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച ഹദീസ് ഇമാം ഇബ്നു മാജഹ് തന്റെ സുനനിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉൾപ്പെട്ടവനാവുക എന്നത് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഒരു നിബന്ധനയാണ്. അതുവഴി മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ആ വിഭാഗമാണ് സുന്നികൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾക്കോ നമ്മുടെ രാജ്യത്തുള്ള ജമാഅത്തെ ഇസ്ലാമിക്കോ തബ്ലീഗുകാർക്കോ ഇത് അവകാശപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവരുടെ ആചാര്യരായ ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നത് എന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾക്ക് ഇത് അവകാശപ്പെട്ടുകൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പറ്റില്ല, കഴിയില്ല. എന്തുകൊണ്ട്? ഇവരുടെ ആശയ സ്രോതസ്സെന്ന് ഇവർ തന്നെ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയുടെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നത് എന്താണ്? ഇബ്നു തൈമിയ്യ പറയുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്നോ? ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ സമുദായത്തിലെ പൂർവീകർ, ഈ സമുദായത്തിലെ ഇമാമുകൾ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകളെയും പൂർവീകരെയും പിൻപറ്റി ജീവിക്കുന്നവരാരോ അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. പറയുന്നതാരാ? നമ്മുടെ ആളല്ല, ഇവരുടെ ആചാര്യനാണ്. മുജാഹിദിന്റെ മുഖപത്രമായ വിചിന്തനം പറയുന്ന ഇബ്നു തൈമിയ്യ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശരിപ്തമാണ് എന്ന് പറയുന്നതിന് സമാനമാണത്രേ. അത്ര വലിയ ആധികാരിക പണ്ഡിതനാണ് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകൾ, പൂർവീകർ, അവരെ പിൻപറ്റി ജീവിക്കുന്നവർ, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സഹോദരന്മാരെ, ഈ വിഭാഗം അവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ സമുദായം 72 വിഭാഗമായി തീരും. ആ സന്ദർഭത്തിൽ ഒരു വിഭാഗമല്ലാത്തവരൊക്കെ നരകത്തിൽ, ഒരു വിഭാഗം സ്വർഗത്തിലാകുന്നു. സഹാബത്ത് ചോദിച്ചു, നബിയെ, ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം ആരാണ്? അള്ളാന്റെ റസൂലിന്റെ മറുപടി, ഖാല അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ മാത്രമാണ്, അവരാണ് സ്വർഗത്തിലേക്ക് പോവുക. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, ആ അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ ഇമാമുകളെയും പൂർവീകരെയും പിൻപറ്റുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾക്ക് ഇത് അവകാശപ്പെടാൻ കഴിയോ? ജമാഅത്തെ ഇസ്ലാമിക്ക് അവകാശപ്പെടാൻ കഴിയോ? ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന ഒന്നാമത്തെ കൺവെൻഷനിൽ വെച്ച് അതിന്റെ ആചാര്യനായ സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദി പറഞ്ഞത് തന്നെ എന്താ? പാരമ്പര്യമാകുന്ന മാലയെ എന്റെ കഴുത്തിൽ നിന്ന് ഞാനിതാ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ ഞാനൊരു പുതുമുസ്ലിമാകുന്നു. ഇത് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് ഞങ്ങൾ പൂർവീകരുടെയും ഇമാമുകളുടെയും പിന്നാലെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അവർ ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. ജമാഅത്ത് അവിടുന്ന് പോയി. ഒരാഴ്ച മുമ്പ് നടന്ന വിവാദം നമ്മൾ കേട്ടില്ലേ? ഇന്നത്തെ ജമാഅത്തിന്റെ ആചാര്യൻ ഈ ആരിഫ് അലി സാഹിബ് പറഞ്ഞതെന്താ? ഈ സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിനെ സ്ഥാപിച്ച അബുൽ അഅ്ല മൗദൂദിയെയും ഞങ്ങൾ അംഗീകരിക്കൂല. എങ്ങനെയുണ്ട്? സ്വന്തം തന്തയെ തള്ളി പറയുന്ന കാലഘട്ടം. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ഖിയാമത്തിന്റെ അലാമത്തായി പറഞ്ഞ സംഗതികളാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. സ്വന്തം തന്തയെ തള്ളി പറയാനുള്ള ദാർഢ്യം നമ്മുടെ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇരിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത് അവകാശപ്പെടാൻ കഴിയോ? കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ? ഇമാമുകളുടെയും കിതാബുകളുടെയും പിന്നാലെ പോയിരുന്ന മുസ്ലിമീങ്ങളെ അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ നേട്ടമാകുന്നു. ഇമാമുകളുടെ പിന്നാലെ പിൻപറ്റിയിരുന്ന മുസ്ലിങ്ങളൊക്കെ അതിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളെ നേട്ടമാണ് മുജാഹിദ് പറയുന്നു. ഇവർക്ക് എങ്ങനെയാണ് ഞങ്ങൾ അഹ്ലു സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഇവർ പഠിപ്പിച്ച ആശയങ്ങൾ മുഴുവനും, മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ ഏതെടുത്തോളൂ, സുന്നികളും മുജാഹിദുകളും തർക്കമുള്ള വിഷയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം പൂർവീകരുടെ പാരമ്പര്യം കൈയൊഴിച്ചവരാണ്, തള്ളിയവരാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതിനു പറ്റിയ സമയമില്ല. ഖബർ സിയാറത്ത് എടുത്തോളൂ, മൗലിദ് ഓതൽ എടുത്തോളൂ.
പൂർവീകരത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ജാറങ്ങളിലേക്ക് പോകലെടുത്തോളൂ, മഹാത്മാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅയുടെ ഖുത്ബയുടെ ഭാഷ എടുത്തോളൂ, അറബിയിൽ മാത്രം നിർവഹിച്ച ചരിത്രമേ അവർക്കുള്ളൂ. അറബിയല്ലാത്തൊരു ഭാഷയിൽ, അത് മലയാളത്തിലോ അല്ലാത്ത ഭാഷയിലോ നിർവഹിച്ച ചരിത്രമില്ല. സ്വഹാബത്ത് താബിഈകൾ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറയുകയല്ല, മുജാഹിദുകളെ നേതാക്കൾ തന്നെ പറഞ്ഞത് ഞാൻ ഇവിടെ കാണിക്കും. സ്ത്രീകളുടെ ജുമുഅ ജമാഅത്തെടുത്തോളൂ, 1350 കൊല്ലക്കാലം. എത്ര? 1350 കൊല്ലക്കാലം കേരളത്തിൽ ഇസ്ലാം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ എത്തിയിട്ട് 1350 കൊല്ലക്കാലം സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഒരു പാരമ്പര്യമില്ല എന്ന് പറയുന്നത് ഞങ്ങളല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പത്രമാണ്, അവരുടെ മാസികയാണ്. സഹോദരന്മാരെ, പൂർവീകരുടെ പാരമ്പര്യം ഈ വിഷയത്തിൽ അവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല. വെള്ളിയാഴ്ച ഖുതുബയുടെ മുമ്പ് നിർവഹിക്കുന്ന 2 ബാങ്ക് മുസ്ലിം ലോകത്ത് 2 ബാങ്കാണ്. സ്വഹാബത്ത് പഠിപ്പിച്ചത് അങ്ങനെയാണ്. ലക്ഷക്കണക്കായ താബിഈകളും ഇമാമുകളും എല്ലാവരും പഠിപ്പിച്ചത് 2 ബാങ്കാണ്. കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നതോ 2 ബാങ്ക് കൊടുത്തവൻ നരകത്തിലേക്ക് പോകും. കേരള നിരുവത്തുൽ മുജാഹിദീൻ പുറത്തിറക്കിയ പുസ്തകം എന്റെ കൈവശമുണ്ട്, സംശയമുള്ളവർ വരട്ടെ, ഞാനത് കാണിച്ചു തരും. അവർ പറയുന്നു, വെള്ളിയാഴ്ച 2 ബാങ്ക് കൊടുക്കുന്നവർ, ഖുതുബന്റെ മുമ്പ് 2 ബാങ്ക് കൊടുക്കുന്നവർ നരകത്തിലേക്ക് പോകുന്നു. ഇത് ചെയ്തതാരാ? സ്വഹാബികളാണ്, താബിഈകളാണ്, മദ്ഹബിന്റെ ഇമാമുകളാണ്. ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ അത് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. നമുക്കറിയില്ലേ, സൗദി അറേബ്യയിൽ അങ്ങനെയാണ്, മക്കയിലും മദീനയിലും അങ്ങനെയാണ്, UAE-യിൽ ജുമുഅക്ക് മുമ്പ് 2 ബാങ്കാണ്, ഒമാനിൽ അങ്ങനെയാണ്, ബഹ്റൈനിൽ അങ്ങനെയാണ്, ഖത്തറിൽ അങ്ങനെയാണ്, ജോർദാനിൽ അങ്ങനെയാണ്, മിസ്റിൽ അങ്ങനെയാണ്, ഫലസ്തീനിൽ അങ്ങനെയാണ്. സഹോദരന്മാരെ, ഞാൻ സന്ദർശിച്ച രാജ്യങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ 10ഓളം രാജ്യങ്ങൾ എടുത്തോളൂ, അവിടെയൊക്കെ അറബിയിൽ ഖുതുബ നിർവഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിനു മുമ്പ് 2 ബാങ്കാണ് മുസ്ലിം ലോകത്ത് എല്ലായിടത്തും നിലനിൽക്കുന്നത്. 2 മക്കയിലെ മദീനയിലെയും പള്ളിയിൽ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും 2 ബാങ്ക് നിലനിൽക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ അങ്ങനെ 2 ബാങ്ക് കൊടുത്തവൻ, പള്ളിയിൽ വെച്ച് 2 ബാങ്ക് കൊടുത്തവൻ നരകത്തിൽ പോകുന്നു. പൂർവീകരുടെ പാരമ്പര്യമുണ്ടോ? ഏത് വിഷയം എടുത്തോളൂ, പൂർവീകരുടെ പാരമ്പര്യം നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഈ വസ്തുത നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അവിടെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പോടെ എഴുന്നു നിൽക്കുന്നത്. എന്തേ? ഞങ്ങൾ പറയുന്ന സുന്നത്ത് ജമാഅത്ത് പറയുന്ന ആശയങ്ങൾ ഏതുണ്ടോ അതൊക്കെ ഖുർആനിന്റെ, സുന്നത്തിന്റെ, ഹദീസിന്റെ പ്രമാണങ്ങളുടെ, പൂർവീകരുടെ പാരമ്പര്യത്തിന്റെ അകമ്പടിയോടെ ഇവിടെ എഴുന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത് എന്താ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഒരൊറ്റ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കട്ടെ. നമ്മുടെ ഈ ഏരിയകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മൗലവിയുണ്ട്. ആ മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ, സ്വർഗത്തിലേക്ക് പോകുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് എന്ന് റസൂല് പഠിപ്പിച്ച ഹദീസിനെ അയാൾ കത്തിവെക്കുകയാണ്. അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. നോക്ക് നിങ്ങൾ, ഇവരുടെ പാണ്ഡിത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആനെ കുറിച്ച് ഇവർക്ക് എന്തറിയാം, ഹദീസിനെ കുറിച്ച് ഇവർക്ക് എന്തറിയാം? നിങ്ങൾ കേട്ടോളൂ, ആ മൗലവി പറയുന്നത് ഞാൻ കേൾപ്പിക്കാം. നമ്മുടെ സുഹൃത്ത് റഷീദ് സഖാഫി പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്നത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണിത്. സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഈ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. നമ്മുടെ ഈ പരിസരത്തൊക്കെ ചിലപ്പോൾ ഈ മൗലവിയെ കണ്ടവരുണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. വെച്ചു കൊടുക്കും. ഒരു കക്ഷി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം, ആരാണ് പ്രവാചകരെ ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ? അഹ്ലുൽ കിതാബി വസുന്ന, അത് ഖുർആനെ സുന്നത്തെ മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അഹ്ലുൽ ഇസ്ലാം, അവർ ഇസ്ലാമികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. അഹ്ലുൽ സലഫി, അവർ സലഫികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. അഹ്ലുൽ സ്വലാത്തി വസ്സിയാമി വസ്സകാത്ത്, നിസ്കാരവും സകാത്തും മറ്റുമൊക്കെ നടത്തുന്നവരാണ്, പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെ പ്രവാചകർ പറഞ്ഞത് വളരെ നിരീക്ഷിച്ച, വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാട്ടു നൽകുക. ആർക്ക്? വീട്ടിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അന്യായികൾക്ക്. റസൂലുള്ളാഹി നൽകിയ ഐഡന്റിറ്റി കാർഡ് എന്താ അതിലുള്ളത്? അവർ സുന്നികളാണ്. ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സക്കാഫി ചെയ്തോണ്ട് നിങ്ങള്. റഷീദ് സക്കാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്.
എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ കക്ഷിയൊഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്ക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബുൽ സുന്നത്ത് മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണ് പറയല്. ഹും അഹ്ലു സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാ പറയല്. അവർ റസൂലുള്ള അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലു സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഒരാളെ നിസ്കാരം സക്കാത്ത് മുമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കണത് ഓലെ പറ്റിയാവും. അങ്ങനെ റസൂൽ പറഞ്ഞിട്ടില്ല. പിന്നെ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു. പച്ച നുണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുതഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിയുന്ന സമയം തരാ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട്. ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ? അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ? ആരുദ്ധരിച്ചു? സ്വഹീഹാണോ ലഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാലിവിടെ പറഞ്ഞല്ലോ, കാലിനോട് പോയി ചോദിക്കി. കേട്ടോളൂ നിങ്ങൾ. ആരാപ്പത്? അബ്ദുറഹ്മാൻ അൻസാരി എന്ന് പറയുന്ന മൗലവിയാണ്. നമ്മുടെ ഈ കോട്ടക്കൽ ഈ പരിസരത്ത് കടന്ന് ഇങ്ങനെ കെട്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു മൗലവി. നിങ്ങൾ ചിന്തിക്കണം, എന്താ അയാളെ വെല്ലുവിളി? പള്ളിയിലെ കാലേര് മുതലും കെട്ടി താഴോട്ട് കബറ് വെട്ടുന്ന ആൾ വരെയുള്ള മുഴുവൻ ആളുകളും വെല്ലുവിളിക്കുകയാണ്. കാലേരുണ്ടോ, ഖതീബുണ്ടോ, മുദരിസുണ്ടോ, മുക്രിയുണ്ടോ, മുത്താലികളുണ്ടോ, മാലികളുണ്ടോ, ആരുണ്ടോ? അങ്ങനെ ഒരു ഹദീസ് കാണാൻ കഴിയില്ല. എന്ത്? സ്വർഗത്തിൽ പോകുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്നു എന്നൊരു ഹദീസ് ലഈഫായ സനദോടെങ്കിലും കാണിക്കാൻ കഴിയില്ല. നോക്കുക. എന്നിട്ട് വെല്ലുവിളികൾ കേൾക്കുമ്പോൾ ഈ മുന്നിലിരിക്കണം മൗലവിമാർ, അനുയായികൾ, സാധു മുജാഹിദുകൾ. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, അത്രല്ലേ അവർക്ക് കഥുള്ളൂ. അവരിങ്ങനെ റാഹത്ത്, നമ്മളെ മൗലവിന്റെ ഒരു വിവരം എന്താണ്? ഇപ്പോൾ ലോകത്ത് ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയാൻ ചില്ലറ വിവരമൊന്നും പോരല്ലോ. ഇത് കേൾക്കുമ്പോൾ ഇവരിങ്ങനെ സന്തുഷ്ടരാകുകയാണ്. സഹോദരന്മാരെ, ഇവരുടെ കഥ എന്താ? ഹദീസിന് ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ പരതണ്ടേ? ഹദീസ് ഗ്രന്ഥങ്ങൾ പരതിയാൽ നമുക്ക് കാണാം അതിലുള്ളതെന്താ. നമുക്ക് കാണാം മുജാഹിദ് ആപ്പീസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടിൽ അതുണ്ടാവൂല. ഹിജറ 373 വഫാത്തായ പണ്ഡിതൻ, അതായത് 1200ഓളം വർഷം മുമ്പ് ജീവിച്ച പണ്ഡിതൻ, ബഹുമാനപ്പെട്ട ഹാഫിള് അബുൽ ലൈസ് അസ്സമർഖന്ദി മഹാനായ പണ്ഡിതനാണ്, വലിയ ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ രചിച്ച കിതാബു തംബീഹുൽ ഗാഫിലീൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം മുജാഹിദ് ആപ്പീസിലുള്ളവർക്ക് അത് പരിചയമുണ്ടാവുകയില്ല, അവർക്കത് വിവരമില്ല. കാരണം ആപ്പീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൽ സഹോദരന്മാരെ അങ്ങനെ ഒരു വരി ഉണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, ആ ഗ്രന്ഥമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു, 70 ചില്ലാനമായി ഈ സമുദായം വേർപിരിയുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ ഒരു വിഭാഗമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, ഖാലൂ മാ ഹാദിഹിൽ വാഹിദ, ഏതാണ് നബിയെ ആ ഒരു വിഭാഗം ആളുകൾ? ഖാല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്നു. ഈ ഗ്രന്ഥം എന്നുണ്ടായതാ? 1200ഓളം വർഷം മുമ്പ്, ഹിജറ 373 വഫാത്തായ മഹാപണ്ഡിതൻ അവരെഴുതിയ ഗ്രന്ഥ. ഇതെന്താ മൗലവിക്കറിയണ്? മൗലവിമാർക്കറിയോ? ഞാൻ ഇതൊരു സ്ഥലത്ത് പ്രസംഗിച്ചു, മറുപടിയില്ല. സക്കരിയ സലാഹി ഇവരുടെ മൂത്ത നേതാവാ, ലോക ചരിത്രത്തിൽ കുപ്രസിദ്ധനായ മൗലവിയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബറിന് മുകളിലുള്ള ആ പച്ച കുബ്ബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് ലോകത്താദ്യമായി പറഞ്ഞ വൃത്തികെട്ടനാവിന്റെ ഉടമ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് കെ സക്കരിയ സലാഹി എന്ന ഒരു മനുഷ്യൻ. അയാളുമായി ഞാൻ ഈ ഖണ്ഡന മണ്ഡലം നടത്തിയപ്പോ ഞാനിത് പറഞ്ഞു.
അപ്പൊ അയാൾ പറയാണ് ഇങ്ങനെ കിതാബു തംബീഹുൽ ഗാഫിലീൻ എന്നൊരു കിതാബ് കേരളക്കാരായ ഞങ്ങൾക്കാർക്കും അറിയില്ല. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, ചങ്ങാതിയെ നിങ്ങൾക്ക് ഇതറിയും, നിങ്ങൾക്ക് അറിയുന്നതിന്റെ ഇഷ്ടം പറഞ്ഞു തരുന്ന, പിന്നെ അത് നോക്കായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇതറിയില്ല എന്നല്ല, ഏതാ നിങ്ങൾക്ക് അറിയാ? ഒന്നും അറിയില്ല, പ്രമാണം അറിയില്ല, ഹദീസ് അറിയില്ല, കിതാബുകൾ അറിയില്ല, തെളിവുകളില്ല. എന്നിട്ട് കണ്ടവും മുണ്ടവും എടുത്ത് സാധാരണക്കാർക്ക് പുകമറ സൃഷ്ടിക്കുകയാണ്. പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക പാരമ്പര്യം അവർ കൈയൊഴിച്ചു. അവരെ കൈയൊഴിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും ഓരോ ആളുകൾക്കും തിരിയുന്നത് പോലെ ഓരോ മൗലവിക്കും തിരിഞ്ഞത് എന്താണോ അതാണ് ഇവരുടെ പ്രമാണം. ഞാൻ പറയല്ല, മുജാഹിദിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ആരോപിച്ചു എന്ന് പറയണ്ട. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അയാൾ പറയുന്നത് എന്താ? മുജാഹിദിന്റെ അനുയായികളെ വിളിച്ച് ജനങ്ങളെ വിളിച്ച് ഉപദേശിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുള്ളൂ, ഖുർആനും സുന്നത്തും എടുത്തു വെക്കുക, എന്നിട്ടാണ് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായതെന്താ അതന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. എന്തൊരു വ്യക്തമായ, എത്ര വ്യക്തമാണ് ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഓരോരുത്തരും ഖുർആൻ എടുക്കുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറ്റി അതന്നെ ദീൻ. അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതിന് മുജാഹിദ് പണ്ഡിതന്മാരെ വരെ നിങ്ങൾ സമീപിക്കേണ്ടതില്ല. എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറയുന്നു, നോക്ക് നിങ്ങൾ, ഇവരുടെ മതം എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അയാൾ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. എന്നിട്ട് അതുമായി യോജിക്കാത്ത തള്ളി ചെത്തിക്കളയുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല. ഈ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് നിങ്ങൾ മുന്തിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും തരേണ്ട. കേട്ടില്ലേ? അപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ തന്നെയാണ് ഖുർആനെ മുന്നിൽ സുന്നത്ത് മുന്നിൽ വെക്കുക, എന്നിട്ട് നിങ്ങളെ നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതന്നെയാണ് ഞങ്ങളും പറയുന്നത്. എങ്ങനെയുണ്ട്? ഇതാണോ ദീൻ? നിങ്ങൾ ഈ സഹോദരന്മാർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളല്ലേ? ഈ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരൊന്ന് പരിശോധിക്കുക, അതന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ. നോക്കൂ നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് പാണ്ഡിത്യമില്ലാതെ വിവരമില്ലാതെ ഓരോരുത്തരും ഓരോരുത്തർക്ക് തോന്നിയതുപോലെ അങ്ങ് പഠിക്കുമ്പോ അത് മതമാകുമോ? അത് ദീനാകുമോ? അത് ഇസ്ലാമാകുമോ? ആകുമെന്നാണ് മുജാഹിദ് മൗലവിമാര് പറയുന്നത്. അതാണ് ഈ സമുദായത്തിലുള്ള അടിസ്ഥാനപരമായ കുഴപ്പങ്ങളും. ഞങ്ങൾ പറയുന്നത് എന്താ? പറ്റില്ല, പറ്റില്ല. ഓരോരുത്തരും ഖുർആനും സുന്നത്തും അവർക്ക് തോന്നിയതുപോലെ എടുത്താൽ ഇവിടെ ദീനാവൂല. നിങ്ങൾക്കറിയില്ലേ? അതല്ലേ നമ്മൾ കാണുന്നത്. മുജാഹിദുകൾ അവർക്ക് ഖുർആനും സുന്നത്തും നോക്കിയിട്ട് മനസ്സിലായത് നമ്മളൊക്കെ മുശ്രിക്കാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി ഖുർആനും സുന്നത്തും നോക്കിയപ്പോ അവർക്ക് മനസ്സിലായതെന്താ? വോട്ട് ചെയ്യുന്നവൻ കാഫിറാണ് എന്നാണ്, അല്ലേ? അതുപോലെ തന്നെ ചേകന്നൂരിന് മനസ്സിലായതെന്താ? ഖുർആൻ എടുത്തു നോക്കിയപ്പോൾ നിസ്കാരം 3 വഖത്താണ് എന്നാണ്. ഖാദിയാനികൾക്ക് മനസ്സിലായതെന്താ? അഹമ്മദിയാക്കൾ എന്ന് പറയുന്ന അവർ പറയുന്നത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാകുന്നു എന്നാണ്. എല്ലാവർക്കും ഓരോന്നാണ്, വ്യത്യസ്തമായ വിഭാഗങ്ങൾക്കും തോന്നുന്നത് ഓരോന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പറ്റില്ല. മറിച്ച് ആ ഖുർആനും സുന്നത്തും നമുക്ക് ആരെത്തിച്ചു തന്നോ അത് പഠിപ്പിച്ച മഹാത്മാക്കളുണ്ട്. സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. അത് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ. അവരാണ് ഇസ്ലാം പഠിച്ചവർ, അവരാണ് ഖുർആൻ പഠിച്ചവർ. അത് അംഗീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ സമുദായത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പറയുന്നതോ ഖുർആനും സുന്നത്തും നിങ്ങൾ മുന്നിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയത് അങ്ങനെ പറയുക. ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഓരോ മൗലവിമാർക്കും വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങി. നിങ്ങൾ നോക്കി കേട്ടോളി, നമ്മുടെ നാട്ടിലെ മുജാഹിദ് മൗലവിമാർ ഈ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ഓരോരുത്തർ പറയാൻ തുടങ്ങിയതെന്താ? മുജാഹിദിന്റെ നേതാക്കൾ പറഞ്ഞു, മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ കാഫിറുകളാകുന്നു, മുശ്രിക്കുകളാകുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാകുന്നു. കേട്ടോളൂ നിങ്ങൾ, മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഒന്ന് കേട്ടോളൂ, ഒന്ന് വെച്ചുകൊടുക്ക്. സുന്നി സമൂഹം മൊത്തവും കാഫിറാണ് എന്നാ മൂപ്പര് പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു
അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. അതോ സുന്നി സമൂഹം മുശ്രിക്കുകളായ സുന്നി സമൂഹം മുശ്രിക്കുകളാകുന്നു. ഇയാൾ ഖുർആൻ നോക്കി എന്നിട്ട് ഇയാളാണ് പറഞ്ഞു. ഇനി നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, നമ്മൾ മാത്രമല്ല ഈ സുന്നികളായ നമ്മെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെയൊക്കെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുന്നതിലേറെ നല്ലത് ബാലന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കലാണ്, കല്യാണിക്കുട്ടിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കലാണ്. എടോ, നിന്നെയൊക്കെ മുസ്ലിമായി അംഗീകരിക്കേണ്ട ദുർഗതി ഞങ്ങൾക്ക് വന്നില്ലേ? മുജാഹിദ് നേതാവ് ചോദിക്കുന്നത് കേട്ടോളൂ. അതൊക്കെ മുസ്ലിമായിട്ട് അംഗീകരിക്കേണ്ട ഗതികേട് വന്നല്ലോ ഇന്നത്തെ കാലത്ത്. നിന്നൊക്കെ മുസ്ലിമായിട്ട് അംഗീകരിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ. എന്നിട്ട് നിന്റെയൊക്കെ മയ്യത്ത് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ മുസ്ലിമിന് വന്നില്ലേ? അതിനേക്കാൾ നല്ല ബാലന്റെയോ കല്യാണിയമ്മന്റെ നിസ്കരിക്കണ. കണ്ടോ, ബാലന്റെയോ കല്യാണിയമ്മന്റെയോ മയ്യത്ത് നിസ്കരിക്കലാണ് സുന്നികളായ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിലേറെ നല്ലത്. ഏതാത് തൗഹീദ്? ഏത് ആയത്തിലാത് പറഞ്ഞിട്ടുള്ളത്? വിശദീകരിക്കാൻ സമയമില്ല. സഹോദരന്മാര് ചിന്തിച്ചോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു, ഞാൻ ഈയിടെയായി ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. എന്താണത്? 648 സഖാഫിമാര് പൊതുരംഗത്ത് പ്രവർത്തന രംഗത്തേക്ക് സനത് വാങ്ങിയിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വിവരം എനിക്ക് പുതുതായി ഇപ്പൊ കിട്ടി. ആ 648 സഖാഫിമാര് വന്നതിനെ കുറിച്ച് അയാൾ പറയുന്നത് എന്താ? 648 ഇബിലീസുകൾ രംഗത്ത് വന്നു എന്നാണ്. കേട്ടോളൂ, അയാൾ എന്നെ പറയട്ടെ. കഴിഞ്ഞ വർഷം സിറാജ് ദിനപത്രത്തിലെ ഒരു വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് അന്തിക്കുന്ന വാർത്ത പന്തിക്കാനുള്ള വാർത്തയൊന്നല്ല, ചെറിയ 648 സഖാഫിമാർ ബിരുദം നേടി പുറത്തു വന്നു. അന്ന് എനിക്കൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 648 ഇബിലീസുകളെ കെട്ടയച്ചു വിട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണം. കണ്ടോ, 648 ഇബിലീസുകളെ കഴിച്ചു വിട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണം. 648 പണ്ഡിതന്മാർ 8-10 വർഷം അവരുടെ ഗുരുനാഥന്മാരിൽ നിന്ന് ഖുർആനും സുന്നത്തും പഠിച്ച് പുറത്തിറങ്ങിയതിനെ കുറിച്ച് പറയുന്നത് 648 ഇബിലീസ് രംഗത്ത് വന്നിട്ടുണ്ട്. നോക്കണം നിങ്ങൾ. ഇതാണ് ഇവരുടെ മതം, ഇവരുടെ സംസ്കാരം ഇതാണ്. നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കുന്ന ആളുകളോടാണ് ഞാൻ സംവദിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഇവർ പഠിച്ചത്? ഇയാൾ ഖുർആനും സുന്നത്തും ഒറ്റക്ക് നോക്കി തനിക്ക് തോന്നിയത് അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഇതൊക്കെ മതമായി രൂപാന്തരപ്പെടുകയാണ്. ഇത് നിങ്ങൾ നോക്കോളൂ. നമ്മെ കുറിച്ച് പറയുന്നത് എന്താ? സുന്നികളായ നമ്മളൊക്കെ കേരളത്തിലായതുകൊണ്ട് അവിടെ നിലനിൽക്കുന്നത്. അറേബ്യൻ മുസ്ലിം രാജ്യങ്ങളിലാണെങ്കിൽ ഇവരെ കഥ കഴിഞ്ഞിട്ടുണ്ടാവുന്ന മൂപ്പരനെ പറയുന്ന രംഗം വെച്ചു കൊടുത്തോളൂ. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ അതെ ഫിനിഷ് കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ഇത് കഴിയാത്തത് കൊണ്ടാണ് അവരെ സങ്കടം പറയുന്നത്. നോക്കണം നിങ്ങൾ. സഹോദരന്മാര് ചിന്തിക്കണം. എന്താണ് ഇവർ പറയുന്നത്? എന്താണ് ഇവർ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം. ഓരോരുത്തരും തോന്നിയത് പറയുകയാണ്. നിങ്ങൾ കേട്ടോ, ഇയാൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ത്? സുബ്ഹാനല്ലാഹ് 99 തവണ ചെല്ലിയ ആള് കാഫിറാകുന്ന. ഖുർആൻ നോക്കില്ലേ, മനസ്സിലാകാൻ നമ്മളൊന്നും അങ്ങനെ മനസ്സിലാകാൻ പാടില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ പറയണം എനിക്ക് അങ്ങനെ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മറുപടി പറയാൻ പറ്റൂല. കേട്ടോളൂ അയാൾ പറയുന്നത്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ. അയാൾ നൂറ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിനേതൊരു അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ, അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ, നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞ് ഇസ്ലാമെന്ന് പുറത്തുപോയി. അയാളെ കഥ കഴിഞ്ഞ് ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇസ്ലാമെന്ന് എന്റെ പാല് ചെയ്ത തെറ്റെന്റെ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ് 5 വർഷം നിസ്കരിച്ചിട്ടേ സുബ്ഹാനല്ലാഹ് 99 തവണ ചൊല്ലി ആള് ഇസ്ലാമെന്ന് പുറത്തുപോയി. നിങ്ങൾ ചിന്തിക്കണം. ഏതാത് തൗഹീദ്? ഏതാത് ഖുർആന്? നേതാവ് പറഞ്ഞു നിങ്ങൾ ഖുർആനാണ് നോക്കൂടി, എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞോളിയാ, ഒന്നും ചിന്തിക്കണ്ട പറഞ്ഞു. അപ്പൊ അനുയായിയാണ് നോക്കി അങ്ങോട്ട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ചൊല്ലിയോളും കാഫിറായി. എങ്ങനെയുണ്ട് മതം? ഓരോരുത്തരും ഖുർആൻ നോക്കി പറയല്ലേ, ഇത് മതമാണോ? ഇത് ദീനാണോ? ഈ രാജ്യത്തെ ഉത്ബുദ്ധരായ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു. കഴിഞ്ഞില്ല. ഈ മൗലവി മറ്റൊരു സമയത്ത് നോക്കിയപ്പോ ഇയാൾക്ക് ബോധ്യപ്പെട്ടത് എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം ബാലനും രാമനും ഒക്കെ ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം അവർ അമുസ്ലിമാണ്, ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല, മാപ്പിളയല്ല.
നമുക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ മുജാഹിദ് മൗലവി പറയുന്നത് എന്താ? നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഒക്കെ മുസ്ലിമാകുന്നു. എങ്ങനെയുണ്ട് ഈ തൗഹീദ്? നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? എന്റെ മുമ്പിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു തൗഹീദ്? നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു. മുജാഹിദ് പ്രസ്ഥാനം ശരിയാണെന്ന് ചിന്തിക്കുന്നവരോ തെറ്റിദ്ധരിച്ചവരോ സംശയിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് പരിശുദ്ധ ഖുർആൻ ഓതി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോളൂ, നമ്മുടെ നാട്ടിലെ ബാലനും രാമനുമൊക്കെ മുസ്ലിമാകുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞാരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ഇരിക്കുന്നത്. മീമോ കാഫോ സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ് കാഫ്? നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അത്രേ അത് കാഫറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല എന്ന്. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല എന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യം. കേട്ടോളിങ്ങൾ, നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനൊന്നും കാഫിറല്ലാന്ന്, ഓരൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞു. ഇയാൾ പ്രസംഗിക്കുന്നത് മുജാഹിദിനോടാണ്. ഈ തൗഹീദ് കേട്ടപ്പോൾ മുജാഹിദുകളെ അന്തിച്ചുപോയി. പടച്ചോനെ, ഒരുപാട് തൗഹീദ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു തൗഹീദ് കേട്ടിട്ടില്ലല്ലോ. ബാലനും രാമനും ഒക്കെ മുസ്ലിമാണെന്ന് പറയുന്ന തൗഹീദ്, ഇതേതാ തൗഹീദ്? ഞങ്ങളെ ഈ മൗലവി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് കുടിച്ചത് ചായന്നല്ലേ എന്ന രൂപത്തിൽ ഇവരിങ്ങനെ നോക്കിയപ്പോ ഇയാൾ പറയാണ്, ഇതൊരു പുതിയ വിവരമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കണ്ട, അബദ്ധമാണെന്നും മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പറയുന്ന യാഥാർത്ഥ്യം എന്താ? അവരൊന്നും കാഫിറല്ല, മുസ്ലിമാകുന്നു എന്നാണ്. കേട്ടോളൂ നിങ്ങൾ, അത് വിശദീകരിക്കുന്നു. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറങ്ങില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അല്ലല്ലാത്തോലെ ആരാധിക്കാം. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. താടിയും തലപ്പാവുള്ള ആളുകളൊക്കെ കാഫ്. കാഫിറ്, താടിയും തലപ്പാവുള്ള ആളുകളൊക്കെ കാഫിറ്. പിന്നെ മുസ്ലിമാരാ? ബാലനും രാമനും ഒക്കെ മുസ്ലിമുമാകുന്നു. എങ്ങനെയുണ്ട് തൗഹീദ്? മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദാണിത്. നിങ്ങൾ ചിന്തിക്കണം, ഇത് ഇസ്ലാമാണോ? ഇത് ഖുർആനാണോ? ഇത് ഹദീസാണോ? ചിന്തിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഒരു സ്ഥലത്തുനിന്നല്ല. ഈ CD വിറ്റ് മുജാഹിദ് കാശാക്കിക്കൊണ്ടിരിക്കപ്പോഴും വേറൊരു സ്ഥലത്തുനിന്ന് ആൾ പറഞ്ഞത് കേട്ടോളൂ, യഥാർത്ഥ മുസ്ലിം ബാലനാകുന്നു, രാമനാകുന്നു, ബാലേട്ടനാകുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. എങ്ങനെയുണ്ട്? ദൈവമേ രക്ഷിക്കണേ എന്നൊരു ബാലേട്ടൻ പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് തൗഹീദാണ് ഈ കേൾക്കുന്നത്? മുഹയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്നൊരു മുസ്ലിം പറഞ്ഞാൽ ഓ യഥാർത്ഥ കാഫിറുമാകുന്നു. നമ്മുടെ നാട്ടിലൊരു ബാലേട്ടൻ, ഒരു പഴയ മനുഷ്യനാ, കാലുമ ചെരുപ്പ് കൂടി ഇട്ടിട്ടില്ല, ഇങ്ങനെ നടന്നു പോവുക. റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോ ആ സന്ദർഭത്തിൽ അവിടുന്ന് ഒരു വാഹനം ശക്തമായി ഭയങ്കര സ്പീഡിൽ വരിക. ഇയാള് പടത്തോനെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് കരുതിയിട്ട് റോഡിന്റെ ഒന്നും മാറി നിന്നപ്പോഴേക്ക് കാലുമ ചെരുപ്പ് കൂടി ഇല്ലല്ലോ. ആ റോഡിന്റെ ഒരു കല്ലിൽ കാലൊന്നും ഇങ്ങനെ തട്ടിയപ്പോ ഭയങ്കര വേദന. അറിയാതെ പറഞ്ഞു പോയി, ദൈവമേ രക്ഷിക്കണേ. മുപ്പനോട് പറഞ്ഞതാണ്, ബാലേട്ടനല്ലേ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോഴേക്കന്നെ അയാൾ മുസ്ലിമായി. ഇനി അയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് കേട്ടുന്നൊരു മുജാഹിദ് മൗലവിണ്ട്. മൗലവി പറഞ്ഞു, പാലേട്ട പോരി ഞങ്ങളെ പള്ളിക്ക് പോരിക. അതിന്റെ നിങ്ങൾ മുസ്ലിം അയക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ദൈവമേ രക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞതും നിങ്ങൾ യഥാർത്ഥ മുസ്ലിമാണ്. അതാ രസം, സാധാ മുസ്ലിമല്ല. ഏതാത് തൗഹീദ്? എന്ത് തൗഹീദാ മുജാഹിദി പഠിപ്പിക്കണത്?
നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് നേതാവ് പറഞ്ഞു, നിങ്ങൾ ഖുർആനും സുന്നത്തും നോക്കിയാണ് പറഞ്ഞോളി, അതന്നെ മതം. ഇയാളാണ് പറയാൻ തുടങ്ങി. പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ അമുസ്ലിമീങ്ങൾ രാമനും ബാലനും ഒക്കെ മുസ്ലിമാണ് എന്ന് പറയുന്ന ഈ പുതിയ സിദ്ധാന്തം, പുതിയ തൗഹീദ്, ഇതാണ് മുജാഹിദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇവർക്ക് മതത്തെക്കുറിച്ച് വിവരമില്ല. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ചോദ്യകർത്താക്കൾ എത്തിയത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇവർക്ക് മതത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇന്നത് പറയണം എന്നില്ല. ഇവരുടെ മതത്തിന്റെ പാണ്ഡിത്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മുജാഹിദുകൾ പഠിപ്പിക്കുന്ന ഇവരുടെ പാണ്ഡിത്യത്തിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചോളൂ. ഇവർ പറയുന്നത് എന്താ? മുസ്ലിമീങ്ങളെ വിളിച്ച് ഇവർ ഉപദേശിക്കുന്നത് എന്താ? നിങ്ങൾ നിരീശ്വരവാദിയായാലും സുന്നിയാകരുത്. മുജാഹിദ് പഠിപ്പിക്കണ തൗഹീദാണ്. നിങ്ങൾ ചിന്തിക്കണം, നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനില്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വിഭാഗമാണ്. അതിന് പെട്ടോളി, എന്നാലും കുഴപ്പമില്ല, സുന്നിയാകരുത്. ഏതാത് തൗഹീദ്? കേട്ടോളൂ മുജാഹിദ് മൗലവി പറയുന്നത്. വെച്ചു കൊടുക്കും. ഞങ്ങൾ ഈ സ്ക്രീനൊക്കെ വെക്കുന്നത് എന്തിനാന്നറിയുക? ഇതിങ്ങനെ നേർക്ക് നേരെ പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് വെക്കാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഓല് ഇതിനോട് എതിർക്കും. അതെല്ലാവരും അങ്ങനെയാണ്. ഇവരെ സ്ക്രീൻ വെച്ച് കേൾക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത് വെക്കാനും അത് ഉപയോഗിക്കാനും അറിയാത്തതുകൊണ്ടാണ്. വേറെ ചില ആളുകൾക്ക് ഇപ്പൊ അത് വെച്ചുകൊണ്ടിട്ട് മുജാഹിദുകൾക്ക് ഇങ്ങനെ അരിശം ഇഞ്ചി കടിക്കുന്നുണ്ട്. ഇതൊക്കെ കടിക്കണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് വെക്കണേ വെച്ചു കൊടുക്കാറുണ്ട്. മുജാഹിദുകൾ ഇപ്പൊ എന്നിട്ട് അതിന്റെ ബാക്ക് കാര്യ നിങ്ങൾ LCD വെച്ച് പ്രൊജക്ടർ വെച്ച് ഞങ്ങളെ കള്ളത്തരൊക്കെ പുറത്തു കൊണ്ടുവരികയാണ്. അതിനുള്ള തന്നെയാണ് ഈ സാധനം. ഇത് തുടങ്ങിയത് നിങ്ങളാ. ഞങ്ങളിത് അന്ന് പറഞ്ഞു, വേണ്ട മക്കളെ, ഇതിന് മെനക്കെടണ്ട. അല്ലല്ല, അത് നിങ്ങളെ കള്ളത്തരങ്ങൾ പിടികൂടാനുള്ള പരിപാടിയാണ്. ശരി, നിങ്ങളെ ഓരോ മൗലിമാരും ഒന്ന് തൊള്ള പൊളിച്ച 10 ക്ലിപ്പ് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാ. അന്ന് നിങ്ങൾക്ക് ചെവി കൊണ്ടില്ല. എന്നപ്പോ കേട്ടോളൂ, പലിശ സഹിതം ഞങ്ങൾ കേൾപ്പിച്ചു തരാം. വെച്ചുകൊടുക്ക്. മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ. അല്ലാഹുവിൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. APK 2 ഗ്രൂപ്പ് കണക്കാണ്. കണ്ടോ, മുജാഹിദിന് APക്കാരാണെങ്കിലും ഈക്കക്കാരാണെങ്കിലും 2 ഗ്രൂപ്പ് മുശ്രിക്കും കാഫിറുമാണ് എന്നാ മുജാഹിദ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ APK എന്താണ്? ആരും ഇതിന്റെ പേരിൽ മാറി നിൽക്കണ്ട. അതിന്റെ പേരിൽ ആരെങ്കിലും കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തേക്ക് വന്നോളൂ, നിങ്ങളും മുശ്രിക്കന്നെയാണ് മുജാഹിദ് പറയുന്നത്. അതിന്റെ പേരിലൊന്നും ആരും മാറി നിൽക്കണ്ട എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്കും. അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോവില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. കണ്ടോ, മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടി ശിക്ഷ അനുഭവിക്കാൻ സുന്നിയായാൽ. നിരീശ്വരവാദിയായ ഒരു കുറ്റേ ഉള്ളൂ, സുന്നിയായ 2 ശിക്ഷയാണ്. അത്രേ. എന്താ കണ്ടുപിടുത്തം! അല്ലാത്തൊരു തലന്നെ. അത് പൊതിഞ്ഞാണ്ട് വിടണം ആകാശത്തേക്ക്, എന്നിട്ട് ഭൂമിക്ക് ചാടേണ്ടത്. ആ ജാതി തലയാണ്. എന്താണ് സഹോദരന്മാരെ ഇവർ പഠിപ്പിക്കുന്നത്? ഒരു കഥയില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇയാൾ ഒരു വിഡിത്തം നിങ്ങൾ കേട്ടോളൂ. ഇയാൾ പറയാ, നമ്മൾ ഔലിയാക്കന്മാരെ കൊച്ചാക്കാൻ വേണ്ടി പറയുന്നത് ഒരു വാക്കുകൂടി വെച്ച് ഞാൻ നിർത്താം. എന്താണ് പറയുന്നത്? പ്രവാചകന്മാരുടെ ഒക്കെ പേര് എന്ന് പറഞ്ഞാൽ ചെറിയ പേരുകളാണ്. അതെന്താ? അതിന് ഈസാ നബി, മൂസാ നബി എന്നൊക്കെയാണ് പ്രവാചകന്മാരുടെ പേര്. എന്നാലോ ഇവരുടെ ഔലിയാക്കന്മാരുടെ പേരെന്താ? വലിയ വലിയ പേരുകളാണ്, ഇത്ര വലിപ്പുള്ള പേരാണ്. അയാളെന്നെ പറഞ്ഞോളൂ ആ പേര്, ഞാൻ പറയുന്നില്ല. വെച്ചു കൊടുക്കാൻ. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കുന്നത് എന്തൊക്കെ? ഹാജാ മുഹീദ്ദീൻ ജിസ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരിയിൽ, ബൽബൂരി. എന്താ പതി? നിങ്ങളൊന്ന് കേട്ടോളൂ. എന്താ ഞാൻ ഇയാളെ വിളിക്കേണ്ടത്? മലയാളത്തിൽ എനിക്ക് ജാഹിലിന് ഇയാളെ വിളിച്ച യഥാർത്ഥ ജാഹിലുകൾ പ്രതിഷേധിക്കും. ഞങ്ങളെ കൂട്ടത്തിൽ ഇയാളെ കൂട്ടണ്ടാണ്. കാരണം അത്ര ഹാജ തന്നെ പറയാൻ പറ്റാ. ഹാജ മൊയ്നുദ്ദീൻ ജിസ്തിയിൽ, അജ്മീരിയിൽ, നാഗൂരിയിൽ, ബൽബൂരിയിൽ. എടോ, ബൽബൂരിന്ന് അറബിയ ഓന്റെ എന്താ ഞാൻ പറയും? ഇതിനെന്നെ കൂടെ ഇത് പറയിപ്പിക്കണം. ഇതാണ് ഇവരുടെ വിവരം. ഹാജ മൊയ്നുദ്ദീൻ ജിസ്തി, അൽ അജ്മീരി, ഇതൊക്കെ പേരാണ് ഈ സാധു മനസ്സിലാക്കിയത്. വല്ല കഥയുണ്ടോ? അൽ നാഗൂരിയിൽ, അതുപോലെ അൽ അജ്മീരി, അൽ നാഗൂരി, അൽ ബൽബൂരി. അത്ര നാഗൂര് വേറെ, അജ്മീർ വേറെ. ബൾബൂരിന്റെ പരിപാടി ഇങ്ങൾക്കല്ലേ, ഞങ്ങൾക്ക് എന്തിനാ ഇന്നെ കൂടെ പറയിപ്പിക്കണോ? ഞാനിപ്പോ അതിനേക്കാൾ കടന്നാണ്ടല്ലോ കുറെ പറയാണ്ട്. നമ്മൾ നേരം വെളുക്കോളങ്ങൾ ഈ നിൽക്കുന്നിരിക്കറിയാം. അതിനകത്തരം വിഭവങ്ങൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് ചോദ്യോത്തരം നടക്കൂല എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്തരം വിഡിത്തം, പമ്പര വിഡിത്തം, വിവരമില്ല സഹോദരന്മാരെ, വിവരമില്ല.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഥ അങ്ങനെയാണ്. പ്രമാണങ്ങളെ കുറിച്ച് അവർക്കറിയില്ല. ഞാൻ പറയല്ല, അവർ തന്നെ പറയുന്നതുണ്ട്. ഇപ്പൊ ഞാൻ വെക്കുമ്പോഴൊക്കെ സമയം വൈകുന്നത് കൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ വെക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഞാൻ കേൾപ്പിച്ചുതരാം. അബ്ദുസലാം സുല്ലമി പറയുകയാണ്, ഹുസൈൻ സലഫി പ്രസംഗിച്ചതിനെ കുറിച്ച് ഇയാൾ പറയാണ്. എന്താ, മൗലവിമാർക്ക്, പഴയകാല മൗലവിമാർക്ക്, ഇ കെ മൗലവി, അതുപോലെ കെ എം മൗലവി, മറ്റ് മൗലവിമാർ, അവർക്കൊന്നും കിതാബ് അറിയില്ലാന്ന് ഇപ്പോഴത്തെ മൗലവി പറഞ്ഞൂന്നാ. ആര്? ഹുസൈൻ സലഫി പറഞ്ഞു. നോക്കുകൾ, ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാ കെ എം മൗലവി, അലവി മൗലവി പോലത്തവർ. ഇവർക്കൊന്നും ഹദീസും കിതാബും അറിയില്ലാന്ന് ഇപ്പൊ മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഉലമാക്കള് സമസ്ത ഉണ്ടാക്കിയ കാലത്ത് അന്ന് പറഞ്ഞില്ലേ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫി ദാറൈൻ, മഹാനവറുകൾ, അതുപോലുള്ള ഉലമാക്കൾ, വരക്കൽ മുല്ലക്കോയത്തങ്ങളൊക്കെ പറഞ്ഞു, ഇതാ ജാഹിലുകളാണ്, വിവരമില്ലേ, ഇതിൽ പെട്ടുപോകരുതേ. ജനങ്ങൾക്ക് പലർക്കും അത് തിരിഞ്ഞില്ല. തിരിഞ്ഞോലൊക്കെ സുന്നിയിൽ കൂടി, അല്ലാത്തവർ മുജാഹിദിലും കുടുങ്ങി. ഇപ്പൊ ഇതിന് മൗലവിമാരെന്നെ പറയാണ് അവർക്കൊന്നും ഹദീസ് അറിയില്ല. കേട്ടോളുങ്ങൾ സലാം സുല്ലമി പറയുന്നത്. നമ്മുടെ പണ്ഡിതന്മാർക്ക് കിതാബ് അറിഞ്ഞിട്ടില്ല. അതാരാണ്? ഹുസൈൻ സലഫി പ്രസംഗിക്കാൻ സാധ്യത മനസ്സിന്റെ കുട്ടി. നമ്മുടെ അലവി മൗലവി കെ എം മൗലവി ഇവർക്കൊന്നും ഹദീസൊന്നും അറിയില്ല. ഈ പണ്ഡിതൻ പറയാ, ഒരക്കെട്ട് പച്ച പുച്ചിട്ടാണ് പറയുന്നത്. ആ പ്രസംഗം അത് എവിടെ നിന്ന് പ്രസംഗിക്കട്ടെ ഹുസൈൻ സലഫി? അതിനവർ പറഞ്ഞതാണ്. ഈ ഓഡിയോ കാസറ്റ് ഞാൻ കേൾപ്പിച്ചേരാം. ഗൾഫിലാണ് യഥാർത്ഥ സെൽഫികൾ. നമ്മുടെ പണ്ഡിതന്മാർക്ക് കിതാബ് അറിഞ്ഞിട്ടില്ല. അതാരാണ്? ഹുസൈൻ സലഫി പ്രസംഗിക്കാൻ സാധ്യത മനസ്സിന്റെ കുട്ടി. നമ്മുടെ അലവി മൗലവി കെ എം മൗലവി ഇവർക്കൊന്നും ഹദീസൊന്നും അറിയില്ല. കണ്ടോ, കെ എം മൗലവി, അലവി മൗലവി തുടങ്ങിയ മുജാഹിദ് സ്ഥാപക നേതാക്കൾക്ക് ഹദീസ് അറിയില്ലാന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.